പൊതുഗതാഗത മേഖലയ്ക്ക് കരുത്തേകാൻ സ്ലീപ്പർ കോച്ചുകൾ, ഡബിൾ ഡെക്കറുകൾ, മജ്ലിസ് ശൈലിയിലുള്ള ബസ്സുകൾ തുടങ്ങിയവ അവതരിപ്പിക്കാൻ ദേശീയ ഗതാഗത കമ്പനിയായ മുവാസ്ലാത്ത് ഒരുങ്ങുന്നു. ഒമാനിലും അയൽ രാജ്യങ്ങളിലേക്കുമുള്ള ദീർഘദൂര ബസ് യാത്രകളുടെ ബുദ്ധിമുട്ട് ലഘൂകരിക്കുന്നതിന് സ്ലീപ്പർ കോച്ചുകൾ അവതരിപ്പിക്കണമെന്ന് യാത്രക്കാർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ബസ് ഗതാഗത സംവിധാനം നവീകരിക്കുകയാണെന്ന് മുതിർന്ന മുവാസ്ലാത്ത് ഉദ്യോഗസ്ഥൻ വിശദമാക്കി. മസ്കത്ത് സലാല, മസ്കത്ത് ദുബായ് തുടങ്ങിയ റൂട്ടുകളിലെ യാത്രകൾ എളുപ്പമാക്കാൻ സ്ലീപ്പർ ക്ലാസ് ബസ്സുകൾ വേണമെന്നാണ് യാത്രക്കാർ പറയുന്നത്. നിലവിലുള്ള ഇരിപ്പിടങ്ങൾ പരിമിതമാണ്. മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്ന ഈ യാത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും യാത്രക്കാർ ചൂണ്ടിക്കാണിച്ചു. സലാലയിലേക്ക് മസ്കത്തിൽ നിന്ന് ചുരുങ്ങിയത് 10 മണിക്കൂറെങ്കിലും വേണം ബസ്സിൽ യാത്ര ചെയ്യാൻ. ഇടുങ്ങിയ സീറ്റുകളിൽ ഇരുന്നുള്ള യാത്ര ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് യാത്രക്കാർ പറയുന്നു. കൂടുതൽ സ്ഥലവും കിടക്കാനുള്ള സൗകര്യവുമുണ്ടെങ്കിൽ യാത്രക്കാർക്കത് അനുഗ്രഹമായിരിക്കും. ഇത്തരം കോച്ചുകൾ അവതരിപ്പിക്കുന്നത് ദോഫാറിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് ട്രാവൽസ് മേഖലയിലുള്ളവരും അഭിപ്രായപ്പെടുന്നു. അതേസമയം ഒമാനിൽ പൊതുഗതാഗത സംവിധാനങ്ങൾക്ക് പ്രിയമേറി വരികയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുവാസ്ലാത്ത് ബസ്, ഫെറി സർവീസുകളിലായി 47 ലക്ഷത്തിലധികം ആളുകളാണ് യാത്ര ചെയ്തത്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.